എന്താണ് ഫോർവേഡിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അവരെ ഓരോ ലൈഫ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവർ ചേഞ്ച് ആവുന്നതായിരിക്കും. അല്ലാണ്ട് വേറെ തല പോണ കേസോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ അച്ഛനും അമ്മമാരും നമ്മുടെ മക്കൾ നമ്മളുടെ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ പൊട്ടലും ചെയ്തിലൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞു ഇവിടെ ഉണ്ട്, എല്ലായിടത്തുള്ള പോലെ തന്നെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ പൊന്നിപ്പോൾ ഇന്നലെ ഞങ്ങൾ യാത്രയിൽ പൊന്നു പറഞ്ഞല്ലോ, അമ്മ പണ്ട് പറയുമ്പോൾ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല, ഇപ്പോൾ മനസ്സിലാവേണ്ടതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ ഒരു അമ്മയായതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഒരു അമ്മയായപ്പോഴാണ് അമ്മയുടെ കഷ്ടപ്പാട്. ഇന്നിപ്പോൾ വന്ന് പറഞ്ഞ ഡയലോഗ് എന്താ വെച്ചിട്ടാണ്, കല്യാണം തീരുമാനിച്ചെങ്കിൽ നടത്തി വിടുക, അല്ലാതെ അതിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഷളാക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ കൊണ്ടുവന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടുക, അതിങ്ങനെ കത്തിക്കുക. ഇതൊക്കെ എന്തിന്? നമ്മളും അരിയാഹാരം തരുന്നവരാടി. ഇതിന്റെ പിന്നിലുള്ള പരിപാടികളൊക്കെ നമുക്കും അറിയാം. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമല്ലോ, പിണക്കം ഉള്ളിടത്ത് വ്യൂസ് ഉണ്ട്. ബാക്കി എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ വിചാരിച്ചോളുക. ഇപ്പം നമ്മൾ പ്രവീൺ പ്രണവിൻ്റെ ചാനൽ എടുക്കട്ടെ. പ്രവീണും പ്രണവും തമ്മിൽ പൊഴിഞ്ഞാടി. എന്ത് സംഭവിച്ചു? പ്രവീണിന് നല്ല വ്യൂസ്, പ്രണവ് പിഴിഞ്ഞപ്പോൾ വേറൊരു ചാനൽ തുടങ്ങി. ഈ പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ ഈ പ്രണവിൻ്റെ കൂടെ ഇരിക്കുന്നവർ അവിടെ അവന് സബ്സ്ക്രൈബ് ചെയ്ത്, അതും വമ്പൻ വിജയമായി. അവിടെയും നല്ല രീതിയിൽ വ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം കൂടുതൽ ഞാൻ ഇതിനെപ്പറ്റി പറയുന്നില്ല, നിങ്ങൾ ഡീകോഡ് ചെയ്തെടുത്തോളൂ. നമസ്കാരം സുഹൃത്തുക്കളെ. ഉപ്പും മുളകും ലൈറ്റ്, ഉപ്പും മുളക് ഹിറ്റായ പോലെ തന്നെ ഉപ്പും മുളകിൻ്റെ ലൈറ്റ് വെർഷൻ നല്ല രീതിയിൽ ആളുകളുടെ ഇടയ്ക്ക് പ്രസിദ്ധമായ ഒരു യൂട്യൂബ് ചാനലാണ്. പ്രത്യേകിച്ചും ഫാമിലി വ്ളോഗ് ഇഷ്ടപ്പെടുന്ന ടീംസ് ഇതിന് നല്ല ഫോളോയിങ് ആണ്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഉപ്പും മുളകും ലൈറ്റിലെ കുഞ്ഞൻ അല്ലെങ്കിൽ നന്ദന എന്ന് പറയുന്ന കുട്ടി ഈ ഇടയ്ക്ക് ഒളിച്ചോടുകയാണ്. ഒളിച്ചോടിയത് ആരുമായിട്ടാണ്? എൻഗേജ്മെന്റ് കഴിഞ്ഞ പയ്യനുമായിട്ട് തന്നെ. ഇതെന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കുന്നവർക്ക് ഇത് തന്നെയാണ് എനിക്കും തോന്നിയത് എന്നാണ്. ഇതെന്താ ഇങ്ങനെ? എൻഗേജ്മെന്റ് കഴിഞ്ഞ് ആ പയ്യനുമായിട്ട് തന്നെയല്ലേ കല്യാണം നടക്കാൻ പോകുന്നത്, പിന്നെ എന്തിനാ ഈ ഒളിച്ചോട്ടം? എന്തിനാടാ ഈ പ്രഹസനം എന്ന് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ പിന്നിലുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് വിചാരിക്കുന്നത്. നമുക്ക് അതിനു മുമ്പ് ഉപ്പുമുളകും ലൈറ്റ് ചാനലിലെ കുറച്ച് വീഡിയോസ് ഒന്ന് കണ്ടിട്ട് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. ഇപ്പോൾ കമന്റുകളോടെ ഒരു ഘോഷയാത്ര. കുഞ്ഞെവിടെ, കുഞ്ഞിനെ കാണാനില്ല, കുഞ്ഞിനെ നിങ്ങൾ വീട്ടിൽ കാണില്ല, അമ്മ കുഞ്ഞിനോടുള്ള പിണക്കം മാറ്റിയില്ലേ, കുഞ്ഞിനോട് എന്താ അമ്മ മിണ്ടാത്ത, എന്താ അമ്മ അത് ഞങ്ങൾക്കൊരു വിഷമമുണ്ട് എന്നൊക്കെ വിഷമം വെച്ചിങ്ങനെ എന്താ പിണക്കം. അത് വലിയ പിണക്കൊന്നുമല്ല, എല്ലാ വീട്ടിലുള്ള അമ്മ മക്കളുള്ള പിണക്കം പോലെയുള്ള ഒരു പിണക്കം തന്നെയാണ്. പക്ഷെ പണ്ട് കുഞ്ഞ് എങ്ങനെയായിരുന്നു വെച്ചാൽ കുഞ്ഞ് പിണങ്ങി കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞ് വന്നിട്ട് മിണ്ടും. ഒരു 1/4 മണിക്കൂർ കുഞ്ഞാണ്ട് അമ്മ നാണം കെട്ടിട്ടായിരുന്നു വന്ന് മിണ്ടും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ പോലെ. അപ്പോൾ അങ്ങനെ വന്ന് മിണ്ടണ ഒരു കുഞ്ഞനായിരുന്നു. പക്ഷെ കുഞ്ഞനിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര വാശിക്കാരിയിരിക്കും, മിണ്ടാൻ കുറച്ച് തരാം. അപ്പം ഞാനും മിണ്ടല്ല, ഞാൻ അമ്മയല്ല ഒന്നുമില്ലെങ്കിൽ 2 പ്രാവശ്യം മിണ്ടി. പണ്ടത്തെ കുഞ്ഞ് ഞങ്ങളുടെ മാത്രം പോളല്ലായിരുന്നു. ഇപ്പൊ സ്റ്റാൻഡ് കൂടിയപ്പോ മക്കളൊക്കെ വലുതായില്ല, അപ്പൊ അതിന്റെ ചെറിയ മാറ്റങ്ങളൊക്കെ അവരിലുണ്ട്. അപ്പൊ കുഞ്ഞി എന്ന് പറയുന്ന നന്ദനെ നല്ല രീതിയിൽ കുത്താതെ കുത്തുന്നു. സ്നേഹത്തിൽ ചാലിച്ച അമ്പെന്നൊക്കെ പറയുന്ന പോലെ നല്ല അമ്പ ചെയ്യുന്നുണ്ട്. എന്തോ ഡിസ്കൊണാബ്രിക്കേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എൻഗേജ്മെന്റ് പരിപാടി കഴിഞ്ഞിട്ട് ഉള്ള ഒരു വീഡിയോ ആണ്. ഇപ്പം നമുക്ക് അറിയാൻ കഴിയുന്നത് നന്ദന എന്ന് പറയുന്ന കുട്ടി എൻഗേജ്മെന്റ് കഴിഞ്ഞ പയ്യനുമായിട്ട് തന്നെ ഒളിച്ചോടി എന്നുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 വീഡിയോകളുണ്ട്. അതുകൂടെ കണ്ടു കഴിയുമ്പോൾ നമ്മൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഒരു ക്ലാരിറ്റി കിട്ടും. നമുക്ക് ഒന്ന് നോക്കിയിട്ട് വരാം. ഇതുവരെ ചെയ്തിട്ട് കല്യാണത്തിൻ്റെതായ ഒരു ഒരുക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യണല്ലോ ചേട്ടാ. അപ്പുറത്താളൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടിങ് ട്രബിൾ എന്നൊക്കെ ഇത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പെൺകൊച്ചിന് കുരു പൊട്ടിയിട്ടുണ്ടാവണം. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാത്തിനും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. അപ്പം പിന്നെ പയ്യനും വിചാരിച്ച് കാണണം ഇവരെന്ത് ടീംസ് അടി എന്ന് വിചാരിച്ച് ചിലപ്പം എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടും ഈ പ്രഹസനമൊന്നും വേണ്ട എന്ന് വിചാരിച്ച് പോയി കല്യാണം കഴിച്ചതാവാം. അതിലവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ വീഡിയോ ഇടുന്നവർ ഇതൊക്കെ വന്ന് വീഡിയോസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെയും കൂടെ അത് ബാധിക്കുന്നതാണ്. ഇപ്പോഴത്തെ കാലത്തെ പ്രശ്നങ്ങൾ അറിയാമല്ലോ. സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട് പല പെൺകുട്ടികൾ മരിക്കുകയും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഇവരെ കഷ്ടപ്പെടുത്തുന്നുള്ള രീതിയിൽ വ്യൂവേഴ്സ് ചിന്തിക്കും എന്നുള്ള ഒരു വൈബ് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഇവർ അത്യാവശ്യം ഫെയിമും വീഡിയോസും ഇടുന്ന ആളുകളാണ്. ഈ കല്യാണം കഴിക്കാൻ വരുന്ന ചെക്കൻ്റെ വീട്ടുകാരും അതൊന്നും ഉണ്ടാവില്ല. അവരെ പറ്റി ആയിരിക്കും ആളുകൾ തെറ്റ് പറയുക. അപ്പം അവർക്ക് ഇതൊന്നും വേണ്ടല്ലോ, അതുകൊണ്ട് നൈസായിട്ട് പോയി കല്യാണം കഴിച്ചതാവാം. അതിലവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പെൺകുട്ടിയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇമാതിരി വീഡിയോസ് എല്ലാം ഇടുന്നത് സ്റ്റാർട്ടിങ് ട്രിപ്പിൾ ചെയ്യണോ വേണ്ടായോ,
കുറച്ചുകൂടെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഫണ്ട് സെറ്റായി വരുന്നുള്ളൂ. അപ്പം അതിൻ്റെ ഇതിലാണ് ഇനിയൊക്കെ ഇന്ന് കല്യാണക്കൂര അടിക്കാൻ വേണ്ടി കല്യാണക്കൂര എത്ര ആൾക്ക് അടിക്കണം അതിനൊക്കെ ഒരു കണക്കിടണം, കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഒരാളൊരു കാര്യം ചെയ്യില്ലേ. ഞാൻ ഇവിടുന്ന് ഞാനുണ്ടെങ്കിൽ ഓടിയിട്ട് ഞാൻ എൻ്റെ കാര്യം സ്റ്റാർട്ട് ചെയ്യണം. കാശ് സെറ്റാവാത്ത കാരണമാണ് ഒന്നിനും തോന്നാത്തതുണ്ട്. അതല്ല അതിന്റെ സത്യം തന്നെയാണ്. പക്ഷെ നമ്മള് എല്ലാത്തിനും വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല കേട്ടാ. വ്യൂവേഴ്സിന്റെ മുമ്പിൽ, തങ്ങളുടെ വ്യൂവേഴ്സിന്റെ മുമ്പിൽ വന്ന് കരഞ്ഞു മെഴുകുന്നതാണ് എനിക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഇത് കല്യാണമാണ്, ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ്. അത് എങ്ങനെയുമൊക്കെ ശരിയാക്കുക എന്നുള്ളതല്ല. ആ കല്യാണം ഒരു പ്രഹസനമാക്കുക, അതിൽ നിന്ന് പെൺകുട്ടി നാണം കെടുക, അല്ലെങ്കിൽ ചെറുക്കൻ്റെ വീട്ടുകാർ നാണം കെടുക, ഇങ്ങനെയുള്ള കുറേ ലെയറുണ്ട് ഈ പരിപാടിക്ക്. കല്യാണം എന്ന് പറയുന്നത് കളിയല്ല. ഇതിനു മുമ്പ് പൊന്നു ഇവരുടെ മൂത്ത മകൾ 2 വർഷം മുമ്പ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് വേറൊരു പയ്യനുമായിട്ട് പോയി. അങ്ങനെ നോക്കുമ്പോൾ ഫാമിലിയിൽ ഉള്ള 2 പെൺകുട്ടികളും എൻഗേജ്മെന്റ് കഴിഞ്ഞ് നൈസായിട്ട് സ്ലിപ്പാകുന്നതാണ് നമ്മൾ കണ്ടത്. ഒരാൾ ആദ്യത്തെ പെൺകുട്ടി എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് നൈസായിട്ട് വേറൊരു പയ്യനുമായിട്ട് പോയി. എന്തായാലും ഈ പെൺകുട്ടി അതിന് നിന്നില്ല, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ആ പയ്യനുമായിട്ട് തന്നെ പോയി കല്യാണം കഴിച്ചു. ഇപ്പം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഈ വീഡിയോ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പൈസ ഇല്ല, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇവര് കോടിക്കണക്കിന് വ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ള കുറേ ടീമുകളാണ്. ഇവരുടെ ഈ പൈസ ഇല്ല, അതാ ഇതാന്നൊക്കെ പറയുന്നത് എത്രത്തോളം വാസ്തവമാണെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഇല്ല എന്ന് തന്നെ വെച്ചു. അതൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കരഞ്ഞു വെഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പല ആളുകൾക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ്. എന്തായാലും പൊന്നൂൻ്റെ പിണക്കമൊക്കെ കഴിഞ്ഞ് പ്രഭാതത്തിൽ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് മുത്തമൊക്കെ വെച്ച് പോകുന്നൊരു പരിപാടിയാണ് കണ്ടത്. എന്തായാലും ഇതിലും അത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം. വ്യൂസ് കുറഞ്ഞു കിടന്ന ചാനൽ ഈ പ്രശ്നങ്ങളൊക്കെ കാരണം നല്ല രീതിയിൽ വ്യൂസ് കയറിയിട്ടുണ്ട്. പിണക്കം അല്ലെങ്കിൽ നെഗറ്റിവിറ്റി സോഷ്യൽ മീഡിയക്ക് എന്നും ഒരു മുതൽക്കൂട്ടാണ് എന്നുള്ളതാണ്. വെക്കാട്ടിട്ട് ആൾക്കാർ സെറ്റാവുന്നു വിചാരിക്കുക. കണ്ട് ഒരാഴ്ച പിടിക്കാതെ എന്തായാലും നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ. എന്താ വെച്ചാൽ നമുക്ക് ഒരാളെ മാത്രം വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ടൈമില്ല, നമ്മുടെ കയ്യിൽ ടൈമില്ല. ആകെ നമുക്കൊരു 3 മാസം ടൈമുള്ളൂ. 3 മാസം നമുക്ക് എടുക്കാൻ പറ്റില്ല. ഉണ്ണിയിലൊക്കെ ഉണ്ടാവുള്ളൂ. എക്സാമും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെയ്ത് വെക്കേണ്ട കാര്യമൊക്കെ നമ്മളനുസരിച്ച് സ്വർണ്ണത്തിന് ദിവസം വെച്ച് ഇങ്ങനെ വില കൂടാം. അപ്പം എന്തെങ്കിലും ജസ്റ്റ് ഇത് ബുക്ക് ചെയ്തിട്ട് നമുക്ക് ആ സമയം ഈ റേറ്റിൽ തന്നെ കിട്ടുമല്ലോ. സ്വർണത്തിന് വില കൂടുതലാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പം ചെറുക്കൻ്റെ വീട്ടുകാർ സ്വർണത്തിന് വേണ്ടി ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടോ, അതാ ഇതാന്നൊക്കെ രീതിയിലാണ് വൈബ് പോകുന്നത്. ഇതൊന്നും അറിയാതെ അല്ലല്ലോ ഇവർ വീഡിയോ ഇടുന്നത്. ഇത് ഒരാളുടെ ഭാഗത്തുനിന്ന് മാത്രമുള്ളൊരു പരിപാടിയല്ല ഈ കല്യാണം എന്ന് പറയുന്നത്. 2 കൂട്ടർ, 2 വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന 2 കൂട്ടർ ഒന്നു ചേരുന്ന ഒരു സംഭവമാണ് കല്യാണം. അപ്പം എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടണമെന്നില്ല. ഇത്രയും ഫെയിമുള്ള ആളുകൾ, കേരളം മൊത്തം അറിയപ്പെടുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ളത് ഇവർ മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുന്നതാണോ, അല്ലെങ്കിൽ വേണമെന്ന് വെച്ച് മനസ്സിലാകാത്തതാണോ, അല്ലെങ്കിൽ വ്യൂസും പരിപാടിയൊക്കെ ഉണ്ടല്ലോ ഇമാതിരി പരിപാടിക്ക്. കഴിഞ്ഞ 2 വർഷം മുമ്പുണ്ടായ പരിപാടിക്ക് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം ഇതും അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് കരുതുന്നതാണോ? എന്തായാലും അത്ര നല്ല ഒരു ഇതല്ല ഇത് എന്ന് പറയുന്നതാണ്. ഈ കമന്റ് ബോക്സിൽ കയറിയിട്ട് കുറേ എണ്ണം ഈ ചൊറിഞ്ഞിട്ടുണ്ട്. കുഞ്ഞെന്താ പിണക്കാണോ, കുഞ്ഞനെന്താ വീഡിയോയിൽ കാണോ, അമ്മയും മക്കളൊക്കെ ആകുമ്പോൾ പിണങ്ങും അതൊക്കെ സ്വാഭാവികം. ഞാൻ പറഞ്ഞില്ലേ, പൊന്നുമായിട്ട് പിണങ്ങാറുണ്ട്, കുഞ്ഞനായിട്ട് പിണങ്ങാറുണ്ട്, കുണുക്കനായിട്ട്, ഷെബിയായിട്ട്, അനിയായിട്ടായിട്ടൊക്കെ ഞാൻ പിണങ്ങാറുണ്ട്. ഇവരൊക്കെ ആയിട്ട് മറ്റുള്ളവരും പിണങ്ങാറുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് പിണങ്ങുന്നവരൊക്കെ തന്നെയാണ്. ഒരു വീടല്ലേ, ചട്ടിങ്കലൊക്കെ തട്ടിമുട്ടൊക്കെ ഇരിക്കുക സ്വാഭാവികമാണ്. അല്ലാണ്ട് ഇപ്പോൾ ഞങ്ങൾ മാതൃകാ കുടുംബമാണ്, തല്ലുകൂടില്ല, ഞങ്ങൾ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ്, എപ്പോഴും ഞങ്ങൾ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, എപ്പോഴും ഉമ്മയിച്ചുകൊണ്ടാണ്. ഒന്നും ഞാൻ പറയാറില്ല. ഇന്ന് ഞാൻ ഒന്ന് പറഞ്ഞ പിണക്കങ്ങളും ഇണക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ള എല്ലാ വീട്ടിലും. ചേച്ചി നല്ല രീതിയിൽ പിണക്കത്തെ പറ്റി വ്യാഖ്യാനിക്കുന്നുണ്ട്. പിണക്കം എന്നും ഒരു മുതൽക്കൂട്ടാണല്ലോ അല്ലേ. പിന്നെ ഈ കമന്റ്സ് പറയുന്നവർ നെഗറ്റീവ് പറയുന്നത് എടുക്കുന്നതെന്ന് കുഞ്ഞൻ എന്തിയെ എന്ന് അവർ ചിലപ്പോൾ സ്നേഹത്തോടെ ചോദിച്ചായിരിക്കും. അതും ഇവർ നെഗറ്റീവായിട്ടാണ് പറയുന്നത്. ഇവർ ചൊറിയുന്നു, എടുക്കുന്നു എന്നൊക്കെ. ഈ വ്യൂവേഴ്സൊക്കെ ഉള്ളത് കാരണമാണ് നിങ്ങൾ ഫേമസ് ആയത് എന്ന് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണം. അപ്പോൾ അവർക്ക്, നിങ്ങൾ സോഷ്യൽ മീഡിയ വന്ന് വീഡിയോസ് ഇടുന്ന ടീംസാണ്, അപ്പം അവർക്കും അതിൻ്റെ അവകാശമുണ്ട്. അവർ സീരിയൽ കാണുന്ന പോലെ ഇതിരുന്ന് കാണുന്നു. അപ്പം അവർ ചോദിക്കും, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇപ്പോൾ ഒരു സീരിയൽ പെട്ടെന്നൊരു ആളെ കാണുന്നില്ല,
അവർ കഥ വഴിതിരിച്ചു വിടാറൊക്കെ ഉണ്ട്. അപ്പം ആളുകൾ അതിനെപ്പറ്റി ചോദിക്കും, ഇത് ചൊറിയാണ് മറ്റേതാണ് മറിച്ചാണെന്ന് കമൻസ് ഇടുന്ന നിങ്ങളുടെ വ്യൂവേഴ്സിനെ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോസ് ഇടാൻ പാടില്ല. നിങ്ങൾ അതിലൂടെയാണ് ഫെയിം ഉണ്ടായത്, കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷേ നിങ്ങൾ ആക്ഷേപിക്കരുത്. പിന്നെ ഒരു കമൻറ്റ് ഇവരുടെ വീഡിയോ ഇടയ്ക്ക്, എന്തിനാ ഇതൊക്കെ ഇവിടെ ഒന്ന് പറയുന്നത്? ആ കുട്ടിയെ കല്യാണം കഴിക്കുന്ന വീട്ടുകാർ എന്ത് കരുതും? സില്ലി മാറ്റർ പറഞ്ഞ് പ്രശ്നം വഷളാവാതെ നോക്കും. ഇത്രേ ഉള്ളൂ പരിപാടി. കല്യാണം തീരുമാനിച്ചെങ്കിൽ നടത്തി വിടുക. അല്ലാതെ അതിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഷളാക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ കൊണ്ടുവന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടുക, അതിങ്ങനെ കത്തിക്കുക. ഇതൊക്കെ എന്തിന്? നമ്മളും അരിയാഹാരം തരുന്നവരാടി. ഇതിൻ്റെ പിന്നിലുള്ള പരിപാടികളൊക്കെ നമുക്കും അറിയാം. നിങ്ങൾ ചിലപ്പോൾ എല്ലാം ഒരു വ്യൂസും അല്ലെങ്കിൽ നാടകവും അല്ലെങ്കിൽ ആക്ടിങ്ങും പരിപാടിയൊക്കെ ആയിരിക്കും നിങ്ങൾ കരുതുന്നത്. നിങ്ങൾ കുറേ നാളായിട്ട് ഇങ്ങനെ ആക്ട് ചെയ്ത് വരികയാണ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്കും അതുപോലെ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ കൊണ്ടുവന്ന് വീഡിയോ ഇട്ടിട്ട് അത് കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂസ് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇതൊക്കെ മതി. നിങ്ങളും പൊന്നും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒന്നായി കെട്ടിപ്പിടിക്കുകയൊക്കെ അത് നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് തമ്മിൽ അറിയാം, ഇതാണ് പരിപാടി, ഇതിങ്ങനെയാണ് സംഭവം എന്നൊക്കെ അറിയാം. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വീട്ടുകാരും അത് മനസ്സിലാക്കണമെന്നില്ല. എല്ലാം വ്യൂസ്, നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വ്യൂസ് ഉണ്ട്. ഈ പരിപാടിയൊക്കെയാണ് ഇപ്പോഴത്തെ രീതി എന്ന് പറയുന്നത്. അത് തന്നെ ഈ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്ന നന്ദന പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നു, കെട്ടിപ്പിടിക്കുന്നു, സ്നേഹം, അത് ഒരു വ്യൂസ്. ഈ ഫിലിമിലൊക്കെ നെഗറ്റിവിറ്റി വെച്ചിട്ട് അവസാനം പോസിറ്റീവ് വെക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി തന്നെയാണ് ഇവിടെയും വർക്കൗട്ട് ആവുന്നത്. ആദ്യം പിണങ്ങുന്നു, അപ്പം നല്ലൊരു വ്യൂസ്. അത് കഴിഞ്ഞ് ആ പിണങ്ങിയവർ ഒന്നിക്കുന്നു, ഒന്നിച്ചോ എന്ന് പറഞ്ഞ് അതിനൊരു വ്യൂസ്. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ ഇവർ ഒരുമിച്ച് കെട്ടിപ്പിടിക്കുകയും ഉമ്മവെക്കുകയും ചെയ്യുന്നൊരു പരിപാടി ഉണ്ടാവും. ആ കലാപരിപാടിക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ അതിനൊരു വ്യൂസ് ഉണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രീതികൾ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഫാമിലി വ്ലോഗ് റൺ ചെയ്യുന്നതെന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താണ് ഇക്കാര്യങ്ങൾ തോന്നുന്നുള്ളത് ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ അവസാനമായിട്ടും ഈ വീഡിയോസ് കണ്ട് ഭയങ്കര തീവ്രമായിട്ട് പോയി കമൻറ്റ് ഇടുന്നവരോടൊക്കെ പറയാനുള്ളത്, ഇതൊന്നും റിയൽ അല്ല, ഇതൊക്കെ റിയലാണ് എന്ന് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.